വിദ്യാർത്ഥികളെ, ആനുവൽ ഇവാലുവേഷൻ 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് നോക്കാം. ഒന്നാമത്തെ, നിങ്ങൾക്ക് വായിക്കാം എഴുതാം. നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിന് താഴെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ? അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ്? കാട്ടുപൊന്തയ്ക്കുള്ളിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ ശരീര സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. മുള്ളുകൾ വലിഞ്ഞു പോറലുകൾ ഉണ്ടാവും. ചെടികൾ വകഞ്ഞു മാറ്റുമ്പോൾ മുഖത്ത് കമ്പടിച്ചേക്കാം. കാട്ടുവള്ളികളിലും കല്ലുകളിലും തട്ടിത്തടഞ്ഞു വീണ് പരിക്കേൽക്കാം. രോമമുള്ള ഇലകളും ചെടികളും ശരീരത്തു തട്ടിയാൽ അവിടെ ചൊറിഞ്ഞു തടിക്കും. ഈറ്റയുടെയും തെരുവപ്പുല്ലിന്റെയും അരിമ്പു കൊണ്ടാൽ മുറിഞ്ഞ് ചോര പൊടിയും. തോട്ടപ്പുഴവും ഉറുമ്പും ചെറുജീവികളും കടിച്ചെന്നും വരാം. ഇതിനൊക്കെ പുറമെയാണ് മുള്ളു തറച്ചു കയറുന്നത്. നീറ്റലും വേദനയും ഒക്കെ ഉണ്ടായാലും കാടിനെ ശ്വസിക്കുമ്പോൾ എന്തൊരാനന്ദമാണ്. എന്താണ് ഇത്? കാട്ടിലൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ പരിക്കേറ്റാലും കാടിനെ ശ്വസിക്കുമ്പോൾ കിട്ടുന്നത് ഒരു ആശ്വാസമാണ്, സന്തോഷമാണ് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഒന്നാമത്തെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. കാട്ടുപൊന്തയ്ക്കുള്ളിലേക്ക് പോകുമ്പോൾ നാം മനഃപൂർവ്വം മറക്കേണ്ടത് എന്തിനെയാണ് മറക്കേണ്ടത്? ശരീര സൗന്ദര്യത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ശരീര സൗന്ദര്യത്തെ കുറിച്ചാണ്. രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ. കാട്ടുപൊന്തകളിൽ പരിക്കേൽക്കാനുള്ള സാധ്യതകൾ എന്തെല്ലാം? കാട്ടുപൊന്തകളിൽ പരിക്കേൽക്കാനുള്ള സാധ്യതകൾ എന്തെല്ലാമാണ്? കാട്ടുവള്ളികളിലും കല്ലുകളിലും തട്ടിത്തടഞ്ഞു വീഴുമ്പോൾ, ഈറ്റയുടെയും തെരുവപ്പുല്ലിന്റെയും അരിമ്പു കൊണ്ട് മുറിയുമ്പോൾ, മുള്ളു തെറച്ചു കയറുമ്പോൾ, കാടിനെ ശ്വസിക്കുമ്പോൾ. ഇതില് പരിക്കേൽക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഡി ഒഴികെ എയും ബിയും സിയും, ഇത് മൂന്നും ശരിയാണ്. അപ്പൊ ഓപ്ഷൻ 4 അല്ലെ? എ ബി സി മൂന്നും ശരിയാണ്. ഡി ഒഴികെ മൂന്നും ശരിയാണ്. അപ്പൊ ഓപ്ഷൻ 4 ആണ് ശരിയായ ഉത്തരം. സി, ശരീരം ചൊറിഞ്ഞു തടിക്കാൻ ഇടയാക്കുന്നത് എന്താണ്? മുള്ളുകൾ, ഈറ്റകൾ, രോമമുള്ള ഇലകൾ, തെരുവു പുല്ലുകൾ. ശരീരം ചൊറിഞ്ഞു തടിക്കാൻ ഇടയാക്കുന്നത് രോമമുള്ള ഇലകളാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഡി, ചെടികൾ വകഞ്ഞു മാറ്റുമ്പോൾ പ്രധാനമായും സംഭവിക്കാവുന്നത് എന്തായിരിക്കും? കാട്ടുവള്ളിയിൽ കുരുങ്ങും, മുഖത്ത് കമ്പടിക്കും, മുള്ളു തറയ്ക്കും, ഉറുമ്പ് കടിക്കും. ഏതാണ്? ഓപ്ഷൻ ബി, മുഖത്ത് കമ്പടിക്കും. ഇനി ഈ കാട്ടുപൊന്തയിൽ കയറുമ്പോൾ എപ്പോഴാണ് ആനന്ദം ഉണ്ടാകുന്നത്? ഉറുമ്പും ചെറുജീവികളും കടിക്കുമ്പോൾ, മുള്ളു തറച്ചു കയറുമ്പോൾ, കാടിനെ ശ്വസിക്കുമ്പോൾ, ശരീര സൗന്ദര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ. അപ്പോൾ കാട്ടുപൊന്തയിൽ കയറുമ്പോൾ കാട്ടിൽ കയറുമ്പോൾ ആനന്ദം ഉണ്ടാകുന്നത് എപ്പോഴാണ് നമ്മൾ പറഞ്ഞു? എങ്ങനെയാണ്? കാടിനെ ശ്വസിക്കുമ്പോൾ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുറിപ്പ് തയ്യാറാക്കാനാണ്. അവധിക്കാലം വരികയാണല്ലോ. അവധിക്കാലത്ത് കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ ആഗ്രഹിക്കുന്ന കളിയെക്കുറിച്ച് നിയമം ഉൾപ്പെടെ സൂചിപ്പിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അതായത് അവധിക്കാലത്ത് നിങ്ങൾ കളിക്കാൻ സാധ്യതയുള്ള ഒരു കളി. ഇപ്പൊ നമ്മൾ പൊത്തിക്കളി കളിക്കാറുണ്ട്. അപ്പൊ പൊത്തിക്കളിയിൽ എന്തായിരിക്കും? നമ്മുടെ കുറച്ച് അധികം കുട്ടികൾ ഉണ്ടാവണം. ഇനി ഈ കുട്ടികളിൽ നമ്മൾ ഒരാളെ എണ്ണാൻ വേണ്ടി തിരഞ്ഞെടുക്കണം. അയാള് ഇത്ര നമ്പർ മുതൽ ഇത്ര നമ്പർ വരെ എണ്ണും. അപ്പൊ നമ്മൾ പറഞ്ഞ സ്ഥലപരിമിതിക്കുള്ളിൽ കുറച്ച് പേര് പോയി ഒളിക്കും. അന്നേരം എണ്ണി കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ ആള് വന്നിട്ട് ഓരോരുത്തരെയായിട്ട് കണ്ടുപിടിക്കണം. എന്നിട്ട് ആദ്യം ആരെയാണോ കണ്ടുപിടിക്കുന്നത് അയാളായിരിക്കണം അടുത്ത കളി തുടങ്ങുമ്പോൾ എണ്ണേണ്ടത്. അതാണ് അതിന്റെ നിയമവശങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ കളിക്കും ഓരോ നിയമങ്ങളുണ്ട് അല്ലെ? അതൊക്കെ സൂചിപ്പിച്ച് കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കളിയെക്കുറിച്ച് അതിലെന്തൊക്കെ നിയമങ്ങളുണ്ട്, എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നതിനെ ഉപയോഗിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ബി കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പൂന്തോപ്പിലെ രാക്ഷസനെ കുറിച്ച് ഒരു 100 ചോദ്യം അമ്മയോട് ചോദിക്കും. കാരണം പൂക്കൾ അവന് ഇഷ്ടമാണ്, രാക്ഷസനെ വെറുപ്പും. ഇതില് കാര്യം ശരിയാണ്, കാരണവും ശരിയാണ് അല്ലെ? പൂക്കൾ അവന് ഇഷ്ടമാണ്, പക്ഷെ രാക്ഷസനെ വെറുപ്പുമായതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? പൂന്തോപ്പിലെ രാക്ഷസനെ കുറിച്ച് ഒരു 100 ചോദ്യം അമ്മയോട് ചോദിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. കാര്യം ശരി, കാരണവും ശരി. ഇനി രണ്ടാമത്തെ സി ക്വസ്റ്റ്യൻ. പ്രസ്താവന 1. ഗ്രേറ്റ ട്യൂൻബർഗ് എന്ന 15 വയസ്സുകാരി ഭൂമിക്കും തലമുറകളുടെ ഭാവിക്കും വേണ്ടി സ്കൂൾ സമരം ആരംഭിച്ചു അല്ലേ? പ്രസ്താവന 2. ഗ്രേറ്റ ട്യൂൻബർഗ് സ്കൂളിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സ്കൂൾ സമരം ആരംഭിച്ചു. ഇത് ഒരു പ്രസ്താവന മാത്രമാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ളൂ. ഏതാണ്? പ്രസ്താവന 1 മാത്രമാണ് ശരി. ഗ്രേറ്റ ട്യൂൻബർഗ് എന്ന 15 വയസ്സുകാരി ഭൂമിക്കും തലമുറകളുടെ ഭാവിക്കും വേണ്ടിയാണ്
സ്കൂൾ സമരം ആരംഭിച്ചത്, അല്ലാണ്ട് സ്കൂളിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനല്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്, പ്രസ്താവന 1 മാത്രമാണ് എന്ത് ശരിയായിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഥാപാത്ര നിരൂപണം നടത്താനാണ്. കഥാപാത്ര പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അഫ്രോഡിറ്റി അവളെ കഠിനമായി ശപിക്കുകയും ചെയ്തു. എരുതിയിൽ ഉയിരോടെ എന്ന കഥയിലെ അഫ്രോഡിറ്റി ദേവിയെ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് അവരുടെ പ്രത്യേകതകൾ? ആ കഥാപാത്രത്തെ പരിചയപ്പെടുത്തി കുറിപ്പെഴുതാം. നമുക്കറിയാം അല്ലെ, ഈറോസ് ദേവന്റെ അമ്മയാണ്. ഭയങ്കര ക്രൂരയായ ഒരു ദേവിയാണ് അഫ്രോഡിറ്റി ദേവി എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ അപ്പോ ഈറോസ് ദേവനെ അന്വേഷിച്ച് നടക്കുന്ന സൈക്കെ എന്ന ഒരു പെൺകുട്ടിയാണ് ഈ കഥയിലെ നായിക എന്ന് പറയുന്നത്. അവൾക്ക് ആരുമില്ല അല്ലെ. അപ്പൊ ഈ സങ്കടം ഈറോസ് ദേവനെ അറിയിക്കണം. അപ്പൊ ഈറോസ് ദേവൻ അമ്മയായ അഫ്രോഡിറ്റിയുടെ അടുത്താണ്. അപ്പോൾ വിളക്കിലെ എണ്ണ വീണതിനാൽ ഈറോസിന് തോള് പൊള്ളി വേദനിച്ച് കിടക്കുകയാണെന്ന് ഡെമിറ്റർ ദേവത അവളെ അറിയിക്കുകയും എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അഫ്രോഡിറ്റി ദേവത ദേവതയെ പാപപരിഹാരം ചെയ്ത് പ്രസാദിപ്പിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ സൈക്ക അഫ്രോഡിറ്റി ദേവയോട് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷെ ദേവി അവളോട് ഞാൻ നിന്നോട് ക്ഷമിക്കണമെങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നീ ചെയ്യണം എന്നും പറഞ്ഞ് അവളോട് ക്രൂരമായ ഒരു മനോഭാവമാണ് അവളോട് സ്വീകരിക്കുന്നത് അല്ലെ. എങ്ങനെയാണ്? അവളോട് ധാന്യ കൂമ്പാരത്തിലെ എല്ലാ ധാന്യങ്ങളും സന്ധ്യയ്ക്ക് മുമ്പ് വേർതിരിച്ചു വെക്കണം, ഓരോന്നായിട്ട് വേർതിരിച്ചു പിടിക്കണം, ഇല്ലെങ്കിൽ കടുത്ത ശിക്ഷ കിട്ടുമെന്ന് അറിയിക്കുന്നു. അവള് ജോലി ചെയ്ത് തീർക്കാൻ അവള് ശ്രമിക്കുമെങ്കിലും അവൾക്ക് അവൾക്ക് മനസ്സിലാവും അത് കഴിയില്ല, എത്ര നാളെടുത്താലും എനിക്കത് ചെയ്തു തീർക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുകയും, പക്ഷെ അവളങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഉറുമ്പുകളുടെ രാജാവ് വരികയും ആ ഉറുമ്പിന്റെ രാജാവ് അവളെ സഹായിക്കാമെന്ന് പറയുകയും കുറെ ഉറുമ്പ് കൂട്ടങ്ങൾ വന്നിട്ട് അതൊക്കെ ചെയ്ത് അവളുടെ ജോലി സമയത്തിന് മുമ്പ് തീർക്കുകയും ചെയ്യും. പക്ഷെ അത് കണ്ടിട്ടും അവരെന്തെയ്യില്ല, അവരുടെ മനസ്സ് അലിയില്ല. അപ്പോഴും അവൾക്ക് അവളോട് ഭയങ്കര അധികം ദേഷ്യവും വെറുപ്പുമാണ്. അപ്പോൾ വീണ്ടും ഒരു പണി തീർന്നപ്പോൾ അടുത്ത പണി നമ്മുടെ മലമടക്കുകളിൽ നിന്ന് കുത്തി ഒഴുകുന്ന മഞ്ഞുകട്ട പോലെ തണുത്തുറന്ന ജലം പളങ്കു പാത്രത്തിൽ ശേഖരിച്ചു കൊണ്ടുവരാനായിട്ട് അവളോട് പറഞ്ഞു. ഇപ്പൊ വന്യമൃഗങ്ങളുള്ള കാടാണ്, അവൾക്ക് അവിടെ എത്താനായിട്ട് സാധിക്കില്ല. അപ്പൊ ഈ സമയത്ത് അവളെ കാണുന്ന ഒരു കഴുകൻ അവളുടെ വിഷമം മനസ്സിലാക്കി അവൾക്ക് ആ വെള്ളം കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ടും ദേവി എന്താ ചെയ്യുന്നത്? അവളോട് കോപിക്കുകയും ശകാരിക്കുകയാണ് ചെയ്തത്. അപ്പൊ എന്നിട്ട് അവള് ബോധം കെട്ട് നിലത്ത് വീണു അല്ലേ. അപ്പോ അത്രയും വളരെ ഒരു ക്രൂരമായ രീതിയിലുള്ള ഒരാളാണ് ആരെന്ന് പറയുന്നത്? അഫ്രോഡിറ്റി ദേവി എന്ന് പറയുന്നത്. അവൾ അത്രയും ചെയ്തിട്ട് പോലും അവളെ ഒന്ന് ആശ്വസിപ്പിക്കുകയോ അല്ലെങ്കിൽ അവളോട് ക്ഷമിക്കുകയോ ചെയ്യുന്നില്ല അവര്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് കഥാപാത്ര പരിചയം ചെയ്യേണ്ടത്. അടുത്തത് വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ്. ജീവിതശൈലിയിൽ കൊണ്ടുവരുന്ന കൊച്ചു കൊച്ചു മാറ്റങ്ങൾക്ക് പോലും മലിനീകരണം വലിയ അളവിൽ കുറയ്ക്കാൻ കഴിഞ്ഞേക്കാം. ഭൂമിയുടെ നിലനിൽപ്പിന് പരിസ്ഥിതി സംരക്ഷണം അത്യാവശ്യമാണെന്ന് ഭൂമിക്ക് വേണ്ടി എന്ന പാഠഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തന്നിരിക്കുന്ന വാചകത്തെ വിശകലനം ചെയ്ത് കുറിപ്പെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ വിശകലനം ചെയ്ത് കുറിപ്പ് എഴുതുമ്പോൾ എങ്ങനെയാണ്? നമുക്ക് ഇതിനകത്ത് തന്നെ കാര്യങ്ങളുണ്ട് അല്ലെ. ജീവിത ശൈലിയിൽ കൊണ്ടുവരുന്ന കൊച്ചു കൊച്ചു മാറ്റങ്ങൾ പോലും നമ്മുടെ മലിനീകരണം എന്ന വലിയ അളവിൽ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞേക്കും. അപ്പൊ നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പിന് പരിസ്ഥിതി സംരക്ഷണം അത്യാവശ്യമാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതശൈലി നമ്മൾ പ്ലാസ്റ്റിക് സഞ്ചികളൊക്കെ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. നമ്മൾ വീണ്ടും പുനരുപയോഗിക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുക അല്ലെ. കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ പ്ലാസ്റ്റിക് വാങ്ങിക്കാതെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന തുണിസഞ്ചികളും മറ്റുള്ളതും കൊണ്ടുപോയി നമുക്ക് ആവശ്യമായി. അതുപോലെ വലിച്ചെറിയാതിരിക്കുക, പ്ലാസ്റ്റിക്കുകളൊക്കെ വലിച്ചെറിയാതിരിക്കുക അല്ലേ. അങ്ങനെ ഒരുപാട് നമ്മുടെ ജീവിതശൈലിയിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റിയാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മലിനീകരണം വളരെ വലിയ അളവിൽ കുറയ്ക്കാൻ കഴിയും. പ്ലാസ്റ്റിക് മലിനീകരണം മാത്രമാണോ? ഇല്ല. നമുക്ക് നമ്മുടെ ഓരോ വീട്ടിലും 3, 4, 5 വാഹനങ്ങളൊക്കെയാണ് അല്ലെ. ഓരോരുത്തർക്കും ഓരോ വാഹനം തന്നെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാതെ പൊതുവായ വാഹനങ്ങൾ, പൊതുഗതാഗത മാർഗങ്ങൾ സ്വീകരിക്കുക അല്ലേ. ഒരു കുടുംബത്തിലുള്ള 5 പേര് ഒന്നിച്ച് ഒരു ബസ്സിൽ പോകുമ്പോൾ അവിടെ ഒരു വണ്ടി മാത്രമേ അവിടെ ഉപയോഗിക്കപ്പെടുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പുക കൊണ്ടുള്ള മലിനീകരണം അവിടെ ഒഴിവായി കിട്ടും, വായു മലിനീകരണം ഒഴിവായി കിട്ടും അല്ലേ. അങ്ങനെ ഉള്ള ചില ജീവിതശൈലിയിൽ കൊണ്ടുവരുന്ന കുറെ മാറ്റങ്ങൾ നമ്മുടെ മലിനീകരണം വളരെയധികം കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ അതിനെ വിശകലനം ചെയ്ത് കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.
അടുത്തത് അഭിപ്രായ കുറിപ്പ് തയ്യാറാക്കാനാണ്. കാലാവസ്ഥ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി സ്കൂൾ ഉപേക്ഷിച്ച ഗ്രേറ്റ ട്വിൻബർഗിനെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഭൂമിക്ക് വേണ്ടി സ്കൂൾ സമരം ആരംഭിച്ച ഗ്രേറ്റയുടെ പ്രവൃത്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എഴുതുക. എന്താണ് ശരിയാണ് അല്ലേ? നമ്മുടെ ഇപ്പൊ നാട്ടിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും അല്ലെ. നമ്മുടെ കാലാവസ്ഥയൊക്കെ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്നു. പണ്ട് കാലത്ത് മഴ പെയ്യുന്ന സമയത്ത് ഇപ്പൊ മഴ പെയ്യുന്നില്ല, പകരം ഭയങ്കര വെയിലായിരിക്കും, അല്ലെങ്കിൽ വെയിൽ വരേണ്ട സമയത്ത് ഭയങ്കര മഴയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പരിസ്ഥിതിക്ക് ദോഷം ഉണ്ടാകും. നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിച്ചാൽ മാത്രമേ അവ നമ്മയെയും സംരക്ഷിക്കുകയുള്ളൂ. അപ്പൊ അത് കാലാവസ്ഥ പ്രശ്ന പരിഹാരം നമ്മൾ ഈ മരങ്ങൾ നശിപ്പിക്കുന്നതും വനങ്ങൾ കയറി നശിപ്പിക്കണം, വനനശീകരണം നടത്തുന്നതും, അതുപോലെ നമ്മൾ മണ്ണുകൾ പാറകൾ പൊട്ടിക്കുന്നത്, മലകൾ തുറക്കുന്നത്, ഇതൊക്കെ എന്താണ് നമ്മുടെ കാലാവസ്ഥ മാറ്റത്തിന് കാരണമാകുന്നത് നമ്മൾ പ്രകൃതിയെ ദ്രോഹിക്കുന്നത് മൂലമുണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയ ആളാണ് എന്ന് പറയുന്നത് ഗ്രേറ്റ ട്വിൻബർഗ് എന്ന് പറയുന്നത്. അപ്പൊ ഭൂമിക്ക് വേണ്ടിയിട്ട്, ഭൂമി എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശമുള്ളതാണ്. അവിടെ മൃഗങ്ങളും സസ്യങ്ങളും മനുഷ്യരും ഒക്കെ ജീവിക്കണം അല്ലെ. അപ്പൊ ഭൂമിക്ക് വേണ്ടി സ്കൂൾ സമരം ആരംഭിച്ച ഗ്രേറ്റയുടെ പ്രവൃത്തി എന്താണ്? വളരെയധികം കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ആദ്യം അവൾ ഒറ്റയ്ക്കാണ് സമരം തുടങ്ങിയത്. പതുക്കെ ഇത് എല്ലാവരും ഏറ്റെടുത്തതോടുകൂടി കുറെ ആളുകൾ അവൾക്ക് പിന്നില് വരാൻ തുടങ്ങി. അപ്പൊ ഒരു കുട്ടിക്ക് പോലും എന്താണ് ഇത് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലെ. അപ്പോൾ അവളുടെ ആ ഒരു സമരം വളരെയധികം നല്ലൊരു പ്രവൃത്തിയായിരുന്നു എന്നുള്ള രീതിയിൽ അഭിപ്രായം കുറിപ്പായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ പഴഞ്ചൊൽ വിശകലനം. തലയ്ക്കുമീതെ വെള്ളം വന്നാൽ അതുക്കുമീതെ തോണി. ഈ പഴഞ്ചൊല്ലിന്റെ ആശയവുമായും ഐക്യമത്യം മഹാബലം എന്ന പഴഞ്ചൊല്ലിന് സാമ്യമുണ്ടോ? ഒന്നല്ലൊരു കോടി മാവേലിമാർ. ഭൂമിക്ക് വേണ്ടി എഴുതിയവരുടെ എന്നീ പാഠഭാഗങ്ങളിൽ ആശയങ്ങൾ ഉൾക്കൊണ്ട് ഈ പഴഞ്ചൊല്ലുകളെ വിശകലനം ചെയ്യുക. തലയ്ക്കും മീതെ, അതിലത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതിക്കും മീതെ നമ്മൾ അതിന് പരിഹാരം തേടുകയാണ് വേണ്ടത്, അല്ലാണ്ട് ഓടുകയല്ല. അതുപോലെ ഐക്യമത്യം മഹാബലം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും ഒരുമിച്ച് നിന്നാൽ, ഒറ്റയ്ക്ക് നിന്ന് നമുക്കൊന്നും നേടാൻ കഴിയില്ല. എല്ലാവരും ഒരുമിച്ച് നിന്നാൽ നമുക്ക് എന്തും നേടാനായിട്ട് കഴിയും അല്ലെ. അതുപോലെയാണ് നമ്മുടെ തലയ്ക്ക് മീതെ വള്ളം വന്നാൽ അതുക്ക് മീതെ തോണി പോലെ ആയിരിക്കണം നമ്മൾ അല്ലെ. അപ്പോൾ അതാണ് ഈ ഭൂമിക്ക് വേണ്ടി എഴുതിയിലൂടെ ഇപ്പൊ നമ്മുടെ ആ പെൺകുട്ടി ഗ്രേറ്റ ട്വിൻബർഗ് എഴുതിയിലൂടെ നമ്മളിവിടെ പറഞ്ഞു അല്ലെ. അവരൊക്കെ എന്താണ് ഒറ്റയ്ക്കാണ് ആദ്യം നടത്തിയത്, പിന്നെ എന്താണ് എല്ലാവരും ഒരുമിച്ച് വന്നപ്പോൾ അതിനു വേണ്ട കാര്യങ്ങൾ അവിടെ ചെയ്യാനായിട്ട് സാധിച്ചു അല്ലെ. ഭൂമിക്ക് വേണ്ടിയിട്ട് എഴുതിയിലൂടെ അല്ല, മറ്റേ എഴുതിയിലൂടെ എന്ന് പറയണതിൽ നമുക്ക് എങ്ങനെയാണ് ആ പെൺകുട്ടിയെ സഹായിക്കാൻ വേണ്ടി ഉറുമ്പുകൾ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ എന്താണ് ആ പെൺകുട്ടിയെ ധാന്യമണികൾ പെറുക്കി മാറ്റി വേർതിരിച്ചു വെച്ചു അല്ലേ. അവൾക്ക് കഴിഞ്ഞു. ഒറ്റയ്ക്ക് ആയിരുന്നെങ്കിൽ അവൾക്ക് അതിന് സാധിക്കുമായിരുന്നില്ല. അതുപോലെ ഗ്രേറ്റ ട്വിൻബർഗ് എങ്ങനെയാണ്? ഗ്രേറ്റ ട്വിൻബർഗ് ഒറ്റയ്ക്കാണ് സമരം തുടങ്ങിയത്. പക്ഷെ അവളെ പിന്തുടർന്ന് കുറേ പേര് വന്ന ശേഷം എന്ത് സംഭവിച്ചു? എന്താണ് അതിന് വലിയൊരു രീതിയിൽ എല്ലാവരും അറിയുന്ന ഒരു സമരമാക്കി മാറ്റാനായിട്ട് അവൾക്ക് സാധിച്ചു. അപ്പൊ ഇതൊക്കെ ഉൾക്കൊണ്ടിട്ട് ഈ പഴഞ്ചൊല്ലിനെ വിശകലനം ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അമൽ എപ്പോഴും സന്തോഷമുള്ള കുട്ടിയാണ്. സ്കൂളിലും വീട്ടിലും കളിസ്ഥലത്തും എല്ലാം കളിച്ചും കുസൃതി കാട്ടിയും പാറിപ്പറന്ന് നടക്കും. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ചെറിയ ചില പരിക്കുകളും അവനുണ്ടാകും. വിശ സ്കൂളിലും വീട്ടിലും അധികം സംസാരിക്കാറില്ല. ഒഴിവു സമയങ്ങളിൽ ലാപ്ടോപ്പ് തുറന്നു വെച്ച് അതിലേക്ക് നോക്കിയിരിക്കും. മുറിയിൽ നിന്ന് അധികം പുറത്തിറങ്ങാറില്ല. മുഖത്തെ കട്ടിക്കണ്ണട അവന് പ്രായത്തിൽ കവിഞ്ഞ ഗൗരവം നൽകി. ഈ രണ്ട് കുട്ടികളുടെയും സ്വഭാവ സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇതിൽ ആദ്യം പറഞ്ഞ അമൽ എന്ന് പറഞ്ഞ കുട്ടിക്ക് എപ്പോഴും എന്തായിരിക്കും? അവൻ എപ്പോഴും ഓടിച്ചാടി അവന്റെ ശാരീരികമായും മാനസികമായും അവന് എന്തായിരിക്കും? നല്ല കരുത്തുറ്റ കുട്ടിയായിരിക്കും. അവൻ എത്ര വീണാലും അവന് ആ ഒരു വിഷമോ സങ്കടമോ ഒന്നും ഉണ്ടാവില്ല. ഒരുപാട് പരിക്കുകൾ അവന് പറ്റും. പക്ഷെ അതിന് അവന്റെ കായികക്ഷമത വർദ്ധിപ്പിക്കാൻ, അവന്റെ ശരീരം അവന് നല്ല രീതിയിലാക്കി മാറ്റാനായിട്ട് അവന് സാധിക്കുക. അപ്പൊ നമ്മൾ എപ്പോഴും പുറത്തും കളിച്ചും ചിരിച്ചും ഒക്കെ നടക്കുന്ന ഒരു കുട്ടിക്ക് എപ്പോഴും സന്തോഷമായിരിക്കും. അവന് വേറെ ഒന്നിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാനൊന്നും ഇല്ല. എന്നാൽ നമ്മൾ എന്താണ് ആരോടും സംസാരിക്കാതെ എപ്പോഴും ലാപ്ടോപ്പും ഫോണും നോക്കിയിരിക്കുന്ന ഒരു കുട്ടി, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? ആ കുട്ടിക്ക് പെട്ടെന്ന് തന്നെ എന്തായും പ്രായമായവരുടെ ഒരു രൂപസാദൃശ്യവും അമിതമായ അസുഖങ്ങളും ഒക്കെ അവനുണ്ടാവും. അവനൊരിക്കലും സന്തോഷം കിട്ടില്ല. അപ്പൊ ഒന്ന് നമ്മൾ എന്താണ് എല്ലാവരോടും കൂടി ഓടിച്ചാടി നടന്ന് എല്ലാവരെയും ഒരുമിച്ച് ഒറ്റപ്പെടൽ ആഗ്രഹിക്കാത്ത ഒരു കുട്ടിയാണ്. മറ്റതെന്താണ്? ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്.
അപ്പോൾ അതിനെക്കുറിച്ച് താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറായി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്തത് കത്ത് തയ്യാറാക്കാനാണ്. നഗരത്തിൽ 15 വയസ്സുകാരി പെൺകുട്ടിയുടെ സ്കൂൾ സമരം. അതിനോടകം വലിയ ചർച്ചയായി. ഭൂമിക്ക് വേണ്ടി എന്ന പാഠഭാഗത്തിൽ സ്വീഡൻ പാർലമെന്റിന് മുന്നിൽ നടന്ന സമരം ചെയ്ത ഗ്രേറ്റയെ അറിയാമല്ലോ. നിങ്ങളുടെ സുഹൃത്തിന് ഗ്രേറ്റയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു കത്ത് എഴുതുക. അപ്പൊ എങ്ങനെയാണ്? പ്രിയപ്പെട്ട സുഹൃത്തിന് എന്താണ്, ഈ സ്വീഡൻ പാർലമെന്റിന് മുന്നിൽ എന്താണ് സമരം ചെയ്യുന്ന ഒരു 15 വയസ്സ് പെൺകുട്ടികാരുടെ കഥ ഞാൻ ഇന്ന് വായിച്ചു. അവള് ഭൂമിക്ക് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ആ സമരം നടത്തിയത്. അവള് സ്കൂൾ ഉപേക്ഷിച്ചിട്ടാണ് എന്ത് ചെയ്തത്, ആ സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. ആദ്യം അവൾ പോകുമ്പോൾ അവൾ മാത്രമേ ആ സമരത്തിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവളുടെ ഈ പ്രവൃത്തി ലോകം മുഴുവൻ ഏറ്റെടുക്കുകയും ഒരുപാട് പേര് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അങ്ങോട്ടേക്ക് വരികയും, അവൾ ഭൂമിക്ക് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് അവളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അവൾ ഇത്തരം ഒരു കാര്യത്തിന്, ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിൽ പോലും അവൾ ഇറങ്ങി തിരിച്ചത്. അപ്പോൾ വളരെ ഒരു നല്ല പെൺകുട്ടിയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഗ്രേറ്റ ടുൻബെർഗ് എന്ന് പറയുന്നത്. അവളുടെ സമരം ഏറ്റെടുത്ത് ഒരുപാട് ആൾക്കാർ വരികയും അവൾക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്തു. വളരെ നല്ലൊരു പെൺകുട്ടിയായിരുന്നു ഗ്രേറ്റ എന്നും പറഞ്ഞ് നമുക്കും അവളെ പോലെ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അവളുടെ പ്രവൃത്തി നമ്മൾക്കൊക്കെ എന്താണ്, ഒരുതരം ഒരു പ്രചോദനമാകട്ടെ. നമുക്കും ഇത്തരം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ശ്രമിക്കാം, സമരങ്ങൾ ചെയ്യാം. നീയും അവളുടെ കഥയൊന്ന് വായിച്ചു നോക്കണം. നന്ദി, സ്നേഹപൂർവ്വം എഴുതിയിട്ട് സുഹൃത്ത്. ഇത്ര എഴുതി കത്ത് ചുരുക്കാവുന്നതാണ്. ഈ രീതിയിലാണ് കത്ത് എഴുതുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.